ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഇഡി കേസെടുത്തിരിക്കുകയാണ്. വിവരങ്ങളുമായി ഉമേഷ് കൂടി ചേരുന്നുണ്ട്. ഉമേഷ്, PMLA വകുപ്പ് ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നു. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉമ, ഈ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് ഇഡി നേരത്തെ തന്നെ പ്രാഥമിക വിവരശേഖരണം ആരംഭിച്ചിരുന്നു. ഇപ്പോഴാണ് കൊച്ചി യൂണിറ്റിൽ ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് കേസെടുത്തിരിക്കുന്നത് ഈ സ്വർണ്ണമോഷണ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ചുവട് പിടിച്ച് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇപ്പോൾ ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം PMLA നിയമപ്രകാരമാണ് ഇപ്പോൾ ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ED പരിശോധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കാൻ പോകുന്നത്. നിലവിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ ഈ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളും ഒപ്പം ഇതിൽ ആരൊക്കെയാണോ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് അവരെല്ലാം ഈ ED കേസിലും പ്രതികളാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സ്വാഭാവികമായിട്ടും അവരെല്ലാം ചോദ്യം ചെയ്യേണ്ടതായി EDക്ക് വരും. പലരും ജയിലിലൊക്കെയാണ്, അതുകൊണ്ട് പ്രത്യേക അനുമതി വാങ്ങിയൊക്കെ അവരെ ചോദ്യം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. മാത്രമല്ല കൂടുതലായി ആരിലേക്കൊക്കെയാണ് ഇവർ ഈ ED അന്വേഷണം വ്യാപിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള വിഷയവും പ്രധാനമായി ഉയരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ED കേസ് കൊച്ചി യൂണിറ്റിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലായിരിക്കും ഈ അന്വേഷണം നടക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്.